ഹായ്, ഇന്നത്തെ വീഡിയോ കേരള സിലബസ് 10ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 7ാമത്തെ ചാപ്റ്റർ കോർഡിനേറ്റ്സ്. ഈ ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കിലെ 135, 136 പേജിലെ ആക്ടിവിറ്റീസ് ആണ് ഇന്ന് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഫോളോയിങ്. ദ കോർഡിനേറ്റ്സ് ഓഫ് പോയിന്റ് ഓൺ ദി എക്സ് ആക്സിസ്. ഇവിടെ എക്സ് ആക്സിസ് നോക്കുക. ഇതാണ് എക്സ് ആക്സിസ്. ഈ എക്സ് ആക്സിസിലെ എല്ലാ പോയിന്റും അതിലെ വൈ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ വൈ ആക്സിസ് ഇതാണ്. അപ്പോൾ ഇതിൽ എക്സ് ആക്സിസിൽ വരുന്ന വൈ കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ എല്ലാം 0 ആയിരിക്കും. കാരണം ഇവിടെ വൈയുടെ വാല്യൂ 0 ആണ്. അതാണ് എക്സ് ആക്സിസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 0 നമുക്ക് എഴുതാം. അടുത്തത് ദ കോർഡിനേറ്റ്സ് ഓഫ് പോയിന്റ്സ് ഓൺ വൈ ആക്സിസ്. അപ്പോൾ വൈ ആക്സിലെ പോയിന്റ് ഇതാണ് വൈ ആക്സിസ്. വൈ ആക്സിലെ എക്സ് കോർഡിനേറ്റ്. അപ്പോൾ ഇവിടെ എക്സ് -1, -2 അങ്ങോട്ട് പോകുന്നു, 1, 2, 3 ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഈ ആക്സിസ് എന്ന് പറയുന്നത് അവിടുത്തെ എക്സിൻ്റെ വാല്യൂ 0 ആയിരിക്കും. വൈ ആക്സിലെ എക്സിൻ്റെ വാല്യൂ 0. അപ്പോൾ ദ വൈ കോർഡിനേറ്റ്സ് ഓഫ് പോയിന്റ്സ് ഓൺ ദി എക്സ് ആക്സിസ് 0, ദ എക്സ് കോർഡിനേറ്റ്സ് ഓഫ് പോയിന്റ്സ് ഓൺ ദി വൈ ആക്സിസ് 0. ദ കോർഡിനേറ്റ്സ് ഓഫ് ദി ഒറിജിൻ. ഇതാണ് ഒറിജിൻ. ഒറിജിനിലെ കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ എക്സിൽ 0, വൈയിലും 0. അപ്പോൾ പോയിന്റ് 0, 0. ഇതാണ് ഒറിജിൻ്റെ പോയിന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ വൈ കോർഡിനേറ്റ്സ് ഓഫ് പോയിന്റ് ഓൺ ദ ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് ത്രൂ ദ പോയിന്റ് 0, 1. 0, 1 എന്നുള്ള പോയിന്റ് ഇതാണ്. ഈ പോയിന്റിൽ നിന്നും എക്സ് ആക്സിന് പാരലായിട്ട് ലൈൻ വരച്ചിരിക്കുന്നു. അല്ലെങ്കിൽ 0, 1 എന്നുള്ള പോയിന്റ് ഈ പോയിന്റിന്റെ വൈ കോർഡിനേറ്റ് അത് 1 ആണ്. 0, 1. അപ്പോൾ വൈയുടെ വാല്യൂ ഇവിടെ 1. ദ എക്സ് കോർഡിനേറ്റ്സ് ഓഫ് പോയിന്റ് ഓൺ ദ ലൈൻ പാരലൽ ടു ദ വൈ ആക്സിസ്. വൈ ആക്സിന് പാരലായിട്ട് എക്സിൽ ഒരു ലൈൻ വരച്ചാൽ ഇവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ദ എക്സ് കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ്, അതായത് ഈ പോയിന്റ് ആണ്. ഈ പോയിന്റ് എക്സിൽ 1, അത് 1, 0 എന്നുള്ള പോയിന്റ്. അപ്പോൾ അതിൽ എക്സിൻ്റെ വാല്യൂ നമുക്ക് ആൻസർ ഇവിടെ എഴുതാം. അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. ഇതും 1 ആയിരിക്കും. നമ്മൾ ഫിഗറിൽ നേരത്തെ കാണിച്ചു. ഇനി ഇതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ അതർ 3 വെർട്ടീസസ് ഓഫ് ദ റെക്ടാംഗിൾ ഇൻ ദ പിക്ചർ. ഇവിടെ 4, 3 എന്നൊരു വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കോർഡിനേറ്റ്സ്, ഈ പോയിന്റ് നമുക്ക് 0, 0 എന്നെടുക്കാം. പിന്നെ ഇവിടുന്ന് ഹൈറ്റ്, ഇവിടെ വൈ ആക്സിൽ ഇവിടെ 3 യൂണിറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും അത് 3 യൂണിറ്റ് ആയിരിക്കും. വൈ ഇവിടെ 3 ആണ്. എക്സിൻ്റെ വാല്യൂ ഇവിടെ 4 ആണ്. ഇവിടെ നിങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 4. ഈ ഹൈറ്റ് 3 ആണ്. ഇവിടെ പേര് കൊടുത്താൽ ഇവിടെ എ. ഈ പോയിന്റിൽ എക്സിൻ്റെ വാല്യൂ 4 ആണ്. വൈയുടെ വാല്യൂ ഇവിടെ 0, 0 ആണ്. അപ്പോൾ 0. ഇവിടെ നിങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 4 യൂണിറ്റ് ആണ്. അപ്പോൾ ഇത് 4, 0 ഈ വാല്യൂ. ഇത് 4, 3 ആണ്. അപ്പോൾ ഇവിടെയുള്ള വാല്യൂ, ഇവിടെ എക്സിൻ്റെ വാല്യൂ 0 ആണ്. പക്ഷെ വൈയുടെ വാല്യൂ ഇവിടെ 3 ഉണ്ട്. അപ്പോൾ ഇതിന് നേരെ വരുമ്പോൾ ഇവിടെ 0, 3. അപ്പോൾ 0, 3, 4, 0, 0, 0 അതൊക്കെയാണ് ഇതിലെ പോയിന്റ്സ്. അത് നമ്മൾ കണ്ടുപിടിച്ചത് ഈ 4, 3 എന്നുള്ള ഈ പോയിന്റ് വെച്ചിട്ടാണ്. ഇത് 4, 3 ആകുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ വരെ എക്സിൻ്റെ വാല്യൂ ഈ ഡിസ്റ്റൻസ് 4 യൂണിറ്റും വൈ ഈ ഡിസ്റ്റൻസ് 3 യൂണിറ്റും ആയിരിക്കും. അതുകൊണ്ട് ഒറിജിൻ 0, 0 എന്നെടുത്തു. അപ്പോൾ ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ഇത് നോക്കിയിട്ട് നമ്മൾ 4 എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് 4, വൈയുടെ വാല്യൂ 0, 4, 0. അപ്പോൾ ഇവിടെ എക്സ് 0 ആണ്, 0 എടുത്തു. അപ്പോൾ ഈ ഹൈറ്റ് ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഹൈറ്റ് ആണ് ഇവിടെയും വരിക. അപ്പോൾ ഇത് 3 യൂണിറ്റ് ആണ്. അതുകൊണ്ട് 0, 3 എന്നും എടുത്തു. ഇനി അതിൽ തേർഡ് ക്വസ്റ്റ്യൻ, ദ സൈഡ്സ് ഓഫ് എ റെക്ടാംഗിൾ ഇൻ ദ പിക്ചർ ബിലോ ആർ പാരലൽ ടു ആക്സിസ് ആൻഡ് ദ ഒറിജിൻ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ദ റെക്ടാംഗിൾ. വാട്ട് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് ദ അതർ 3 വെർട്ടീസസ്. അപ്പം തൊട്ട് മുമ്പിലത്തെ കണക്ക് ചെയ്തപോലെ തന്നെ നമുക്കിത് ചെയ്യാം. ഇവിടെ ഒരു പേര് കൊടുക്കാം, സി ഡി എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ സിയുടെ പോയിന്റ് 3, 2 എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒറിജിൻ 0, 0 ആയിരിക്കും. ഇത് മിഡ് പോയിന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അകലം ഈക്വൽ ആയിരിക്കും. അപ്പോൾ കോർഡിനേറ്റ്സ് ഓഫ് എ നമുക്ക് നോക്കാം. എ നോക്കിയാൽ എക്സ് ആക്സിൽ ഇങ്ങോട്ട് 3 യൂണിറ്റ് ആണ്. അപ്പോൾ ഇങ്ങോട്ട് ഇവിടെ വരുന്ന ഇത് -3 ആയിരിക്കും. ഇത് 3 ആയിരിക്കും. നമുക്ക് മാർക്ക് ചെയ്ത് നോക്കാം. ഇങ്ങോട്ടുള്ള വൈ കോർഡിനേറ്റ് ഇത് 2 ആയിരിക്കും. അപ്പോൾ ഇത് -2 ആയിരിക്കും. അപ്പോൾ ഇവിടെ എയിൽ വരുന്നത് എക്സ് ആക്സിൽ -3യും വൈ ആക്സിൽ
ഇങ്ങോട്ട് -2 ആണ്. അപ്പോൾ എയുടെ പോയിന്റ് -3 -2. ഇനി ബിയുടെ പോയിന്റ് എക്സ് ആക്സിൽ 3 യൂണിറ്റ് ആണുള്ളത്. അപ്പോൾ വൈ ആക്സിൽ ഇവിടെ -2 ആണ്. അപ്പോൾ ഇത് 3 -2. സിയുടെ പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഡിയുടെ പോയിന്റ് എക്സ് ആക്സിൽ ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് -3 യൂണിറ്റ് ആണ്. അപ്പോൾ -3, വൈ ആക്സ് ഇങ്ങോട്ട് 2 ആണ്. അപ്പോൾ -3 2. ഇതിൽ ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ പിക്ചർ ബിലോ ഷോസ് ആൻ ഈക്വലേറ്ററൽ ട്രയാങ്കിൾ. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ വെർട്ടീസസ് ഓഫ് ദ ട്രയാങ്കിൾ. ഇത് മൊത്തം 4 യൂണിറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈക്വലേറ്റർ ട്രയാങ്കിൾ ആണ്. അപ്പോൾ എന്തായാലും ഇത് ഐസോസെൽസ് ആയിരിക്കും. അപ്പോൾ ഇവിടുന്ന് നമ്മൾ പെർപെൻഡിക്കുലർ വരച്ചാൽ അത് ഇവിടെ കറക്റ്റ് നമുക്ക് ഇത് 2 യൂണിറ്റ് ആയിരിക്കും. അപ്പോൾ ഇത് 0, 1, 2, 3, 4 എന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ ഇവിടെ 30 ഡിഗ്രി ആംഗിളും ഇത് 60 ഡിഗ്രി ആംഗിളും ആയിരിക്കും. കാരണം ഈക്വലേറ്റർ ട്രയാങ്കിൾ ആകുമ്പോൾ ഒരു ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ ആംഗിളും ടോട്ടൽ 60 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ പകുതി എടുത്ത് കഴിയുമ്പോൾ 30 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ 30, 60 ഇത് 90 ഡിഗ്രി ആയിരിക്കും. ഇത്രയാണ് നമുക്ക് അളവുകൾ കിട്ടും. കോർഡിനേറ്റ് നമുക്ക് ഈ O എന്ന് പറഞ്ഞ പോയിന്റിന്റെ ഇത് ഒറിജിൻ ആണെന്ന് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് 0, 0 എന്ന് നമുക്ക് മാർക്ക് ചെയ്യാം. അതുപോലെ ഈ പോയിന്റ് ഇത് എക്സ് ആക്സിൽ 4 ആണ്, വൈ ആക്സിൽ ഇത് എക്സ് ആക്സിലെ പോയിന്റ് ആണ്, അതുകൊണ്ട് വൈയുടെ വാല്യൂ അത് 0 ആയിരിക്കും. അപ്പോൾ ഇത് 4, 0 എന്നും മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഈ പോയിന്റ് കിട്ടണം. അപ്പോൾ ഇത് 30, 60, 90 അങ്ങനെ വരുന്നൊരു ട്രയാങ്കിൾ ആണ്. ഈ നീളം 2 യൂണിറ്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ എക്സിന്റെ പോയിന്റ് ഇവിടെ നമുക്ക് 2 യൂണിറ്റ്. അപ്പോൾ 2 എന്ന് കിട്ടി. വൈ കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള ആംഗിളാണ്. അപ്പോൾ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള ആംഗിൾ നമുക്ക് അതിൻ്റെ റേഷ്യോ √3 ആയിരിക്കും. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് വെറുതെ ട്രിഗ്നോമെട്രി എടുത്ത് നോക്കിയാൽ ഇത് 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആണ്, ഇത് അഡ്ജസൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഡിസ്റ്റൻസ് കിട്ടിയാൽ മതി. അപ്പോൾ ടാൻ 60 ഡിഗ്രി ഈസ് ഈക്വൽ ടു ഇവിടുത്തെ ആ സൈഡ് അതിന് പേര് കൊടുത്തിട്ടില്ല, നമുക്ക് ഒരു AB എന്ന് കൊടുക്കാം, ഡിവൈഡ് ബൈ ഈ ഡിസ്റ്റൻസ് 2 ആണ്, 2 നമുക്ക് കിട്ടി. അപ്പോൾ ടാൻ 60യുടെ വാല്യൂ √3. ഇനി ആ 2നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു, ഇൻറ്റു 2 ഈക്വൽ ടു AB. അപ്പോൾ ഇവിടെ AB ഈക്വൽ ടു 2√3 ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് AB ഈ ഡിസ്റ്റൻസ് 2√3 ആണ്. അപ്പോൾ ഇവിടുത്തെ വൈ കോർഡിനേറ്റിൻ്റെ അതായത് ഈ ഡിസ്റ്റൻസ് ആണ് ഇത് മൊത്തം. ഇത് 2√3 ആണ് ഇവിടുത്തെ ഡിസ്റ്റൻസ്. അപ്പോൾ എക്സ് ആക്സിലെ ഡിസ്റ്റൻസ് 2 നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ വൈ കോർഡിനേറ്റ്സ് 2 × 2, 2√3 ആണ് ഇതിൻ്റെ വാല്യൂ. അപ്പോൾ ക്വസ്റ്റിനകത്ത് നിന്നും ആദ്യത്തെ പോയിന്റ് 0, 0 അത് ഫിഗറിനകത്ത് തന്നെ മനസ്സിലാവും. ഇവിടുത്തെ 4, 0 അത് ഫിഗറിൽ മനസ്സിലാവും. ഇത് 4 യൂണിറ്റാണ് ക്വസ്റ്റിനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വൈ ആക്സിസ് 0. ഇവിടുന്ന് ഇവിടെ വരെ നമ്മൾ ഹൈറ്റ് വരച്ചു, പെർപെൻഡിക്കുലർ വരച്ചു. അപ്പോൾ ഇവിടുന്ന് ഈ ഡിസ്റ്റൻസ് 2 യൂണിറ്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ എക്സ് ആക്സിസ് 2 യൂണിറ്റ് ആണെന്ന് കിട്ടി. ഇനി വൈ കോർഡിനേറ്റ് നമുക്കറിയില്ല, അത് കാണാൻ വേണ്ടി നമ്മൾ ഈ ഹൈറ്റ് കണ്ടുപിടിച്ചു. അപ്പോൾ ഈ ഹൈറ്റ് നമുക്ക് 2√3 എന്നാണ് കിട്ടിയത്. അപ്പോൾ 2 2√3 ആണ്